ശ്യാംരാജ് നോക്കൂ, എന്തായാലും ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ശ്യാമാണ് പരാതി അയച്ചത്. നല്ല കാര്യം. കാരണം ഇനി അവിടെ നിന്നൊക്കെ ഒരു കുറി വരുന്ന സമയത്തെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പോലീസ് ശരിയായ രീതിയിൽ അന്വേഷിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. അല്ലാതെ തന്നെ ഇപ്പം നോക്കൂ, ഇത് ഈ ദുരൂഹമരണമാണ്, ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് തെളിയിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ പേരിൽ ഒരു കേസ് എടുത്തിരിക്കുകയാണ്, കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. സിദ്ധാർത്ഥിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ സമാനമായ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ആരെയൊക്കെയോ രക്ഷിക്കാൻ ഉള്ള ശ്രമമായിട്ട് തന്നെയല്ലേ ഇതിനെ കാണേണ്ടത്? നോക്കൂ ശ്രീ അനിൽ നമ്പ്യാർ, ഇതിനകത്തെ ആരൊക്കെയാണെങ്കിലും കുറ്റവാളികളൊന്നും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. അവരെ നമ്മൾ വെറുതെ വിടാനും പോകുന്നില്ല. നിയമത്തിൻ്റെ ഏതറ്റം വരെയും പോയിട്ട് കുറച്ചു മുമ്പേ അച്ഛൻ്റെ കരച്ചിലുണ്ട്. എനിക്കത് കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് പോലും ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം അച്ഛൻ പറയുന്നത് അമ്മ ഇപ്പോഴും അർദ്ധബോധാവസ്ഥയിലാണെന്നൊക്കെയാണ് പറയുന്നത്. ആലോചിച്ച് നോക്കും, ഒരു പാവപ്പെട്ട ഒരു ചെക്കൻ അവനെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് വർത്തമാനം പറയണമെങ്കിൽ ചില്ലറ ഒരു മര്യാദയൊന്നും പോരാ ഈ കേരളത്തിലെ സർക്കാരുകൾക്ക് കേട്ടോ. കാരണം അത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. നോക്കൂ, ഇവിടെ ഈ നിതിൻ്റെ മരണത്തിന് ശേഷം ഉടനെ തന്നെ ഒരു കേസ് പൊക്കിക്കൊണ്ടുവരിക. ഇവിടെ നോക്കൂ, കുറ്റവാളികളെ കൃത്യമായി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി കേരളത്തിൻ്റെ സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു. ഒരു വശത്ത് SFI പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ സമരം ചെയ്യുമ്പോൾ വിദ്യാർത്ഥി സംഘടന സമരം ചെയ്തോട്ടോ, അതിനകത്ത് ഒരു കുഴപ്പമില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാരിൻ്റെ ജോലി എന്താ? ഇവിടെ മഹിളാ അസോസിയേഷനൊക്കെ സമരം ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മഹിളാ അസോസിയേഷൻ്റെ ജോലി സമരം ചെയ്യലാണ്? അതെയോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാവാതെ നമ്മുടെ വിദ്യാർത്ഥികളെ പ്രൊട്ടക്റ്റ് ചെയ്യലാണ് ചെയ്യേണ്ടത്? സർക്കാരിൻ്റെ ജോലി എന്താ? നോക്കൂ, ഇവർ ആർക്കെതിരാണ്? SFI ആർക്കെതിരെ സമരം ചെയ്യുന്നത്? മഹിളാ അസോസിയേഷൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആർക്കെതിരെ സമരം ചെയ്യുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആർക്കെതിരെ സമരം ചെയ്യേണ്ടത്? ഈ നിതിൻ രാജിന്റെ ജീവൻ സംരക്ഷിക്കേണ്ടത് ആരാ? സർക്കാരാണെന്ന്, ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പാണെന്ന്. അതെന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തത്? എന്നിട്ട് പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ, കൊല്ലപ്പെട്ടതോ ആത്മഹത്യ ചെയ്തോ ആയിട്ടുള്ള ചെറുപ്പക്കാരൻ്റെ കൊലപാതകത്തിൽ ഇങ്ങനെ രാഷ്ട്രീയം കളിക്കുക. ആരാ രാഷ്ട്രീയം കളിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ ഈ ലോൺ ആപ്പിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ. ഇനി ലോൺ ആപ്പ് ഈ നിതിൻ രാജ് എടുത്തു എന്ന് തന്നെ നിതിൻ രാജ് എടുത്തു എന്ന് തന്നെ വെച്ചു 14,000 രൂപയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ. 14,000 രൂപ തൻ്റെ അമ്മ SCT തിരുവനന്തപുരത്തെ ശ്രീ ചിത്തിരതിരുനാൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയപ്പോൾ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എടുത്താ. അതിനെ പോലും കണ്ണൂരിലെ പോലീസുകാർ എന്താ പറഞ്ഞത്? അതുമായിട്ട് കൂടി റിലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഈ കേസ് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ആലോചിച്ച് നോക്ക്. കേസ് എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്? സ്വന്തം അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കയ്യിൽ പണമില്ലാതിരുന്നപ്പോൾ ലോൺ ആപ്പിനെ വരെ ആശ്രയിക്കേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ തലയിൽ ഇതുവരെ കെട്ടിവെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന്. മറുവശത്ത് പോലീസിന് എന്ത് ആത്മാർത്ഥതയുള്ളത്? എങ്കിൽ ഇവർ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് ആരെയാണ്? ഇതിനകത്ത് ഒരു ലോജിക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ നിതിൻ രാജ് ലോൺ എടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതും ഇദ്ദേഹത്തിന്റെ മരണവുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും? അത് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് അറിയാവുന്ന കാര്യമാണ്. ഇനി അധ്യാപികയെ വിളിച്ചു എന്നൊക്കെ പറയുന്നത്, എവിടെ വിളിച്ചു, എന്ന് വിളിച്ചു? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിതിന്റെ അച്ഛൻ പറഞ്ഞതനുസരിച്ചിട്ട് ഈ അധ്യാപികയുടെ പരാതി പോകുന്നത് പോലും നിതിന്റെ മരണത്തിന് ശേഷമാണ്. ഈ അധ്യാപികയ്ക്ക് ഇത് ആരാ പറഞ്ഞു കൊടുത്തത്? അധ്യാപികയ്ക്ക് ഇത് ആരാണ് പറഞ്ഞു കൊടുത്തത്? നിതിന്റെ മരണശേഷം അധ്യാപികയെ ലോൺ ആപ്പിന്റെ ആളുകൾ വിളിച്ചു എന്ന് പറഞ്ഞിട്ടൊരു പരാതി വരുന്നു, ഒരു പരാതി സ്റ്റേഷനിൽ കൊടുക്കുന്നു. ഉടൻ തന്നെ കണ്ണൂരിലെ പോലീസ് സൂപ്രണ്ട് പറയുന്നു, പയ്യൻ ലോൺ ആപ്പിൽ നിന്ന് പണം എടുത്തിരുന്നു, നമ്മൾ പറിച്ചിട്ടവർക്ക് ഏതാണ്ട് കോടികൾ എടുത്തിട്ട് സ്ഥാവര ജംഗമ വസ്തുക്കൾ മൊത്തം ജപ്തി ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി പറ്റുന്നു. 14,000 രൂപ 14,000 രൂപ എടുത്തത്. എന്നിട്ടാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അറിഞ്ഞുകൊണ്ട് തന്നെയുള്ളൊരു നിലപാട് പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കേന്ദ്ര പട്ടികജാതി കമ്മീഷനെ ഇടപെടിച്ചിട്ടുള്ളതും. ഞാൻ പട്ടികജാതി കമ്മീഷൻ ചെയർമാനോട് പറഞ്ഞു ഇവിടെ വിസിറ്റ് ചെയ്യണം. നിതിൻ രാജിൻ്റെ വീട് വിസിറ്റ് ചെയ്ത് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യും. ഒരു കുറ്റവാളി ഇവർ രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല. ഇനി മറ്റൊരു കാര്യം, അക്കാഡമിക്കായിട്ട് മറ്റൊരു കാര്യം കൂടി ശ്രീ അനിൽ നമ്പ്യാർ പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടെ ഞാനും ഒരു എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിച്ച ആളാണ്. നോക്കൂ, ഇന്റേണൽ മാർക്കിന്റെ പേരിൽ നമ്മുടെ വിദ്യാർത്ഥികളെ കൊല്ലാക്കൊല ചെയ്യുന്നതിന്, മെന്റൽ ഹരാസ് ചെയ്യുന്നതിന് ഒരു കയ്യും കണക്കുമില്ല കേരളത്തിൽ. ഇവിടെ BTech പഠിക്കാനാണെങ്കിൽ 150 മാർക്കിന്റെ എക്സാം ആണെങ്കിൽ 50 മാർക്ക് ഇന്റേണലാണ്. ആ 50 മാർക്കിൽ അവിടെ എവിടെയെങ്കിലും ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് തിയറിക്ക് എഴുതി മേടിക്കണം. ഈ 50 മാർക്കിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ അധ്യാപകരെയും പറയുന്നില്ല കേട്ടോ, പക്ഷേ ധാരാളമായിട്ടുള്ള അധ്യാപകർ വിദ്യാർത്ഥികളെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നതിൻ്റെ കണക്കെന്താ പറയുക? വല്ലാത്തൊരു കഷ്ടമാണ്. ഒന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റാതെ, ഒരു പ്രതികരിക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റാതെ, പ്രതികരണശേഷി നഷ്ടപ്പെട്ട് സ്വന്തം ഭാവി അപകടത്തിലാകുമെന്ന് ഓരോ നിമിഷവും ഭീഷണിപ്പെട്ട് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പോലെ ജീവിതം തള്ളി നീക്കുന്ന ചെറുപ്പക്കാർ കേരളത്തിൽ ധാരാളം ഉണ്ടെന്നേ.
അപ്പോൾ ഈ ഇന്റേണൽ മാർക്കിന്റെ കാര്യത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക? അതിനെക്കുറിച്ച് ചർച്ച നടക്കണം. Yes. ഈ ഒന്ന് ആലോചിച്ച് നോക്കും, മിടുക്കന്മാരായിട്ടുള്ള MBBS സ്റ്റുഡൻസും അല്ലെ എഞ്ചിനീയർ സ്റ്റുഡൻസും അല്ലെ BDS സ്റ്റുഡൻസും ഒക്കെ ആയിട്ടുള്ള ആളുകൾ കഴിഞ്ഞില്ല. ഇവർക്ക് ഈ ഇന്റേണൽ മാർക്കിന്റെ പേരിൽ മാത്രം ഇങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന എന്തിനാ? മറ്റേതിനകത്ത് അക്കാഡമിക്കായിട്ട് നമുക്ക് മറ്റു ചർച്ചകൾ തുടങ്ങിക്കൂടെ? അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് കേവലം ഒരു ആംഗിളിൽ മാത്രം ചർച്ച ചെയ്യുന്ന കാര്യമല്ല. എന്തൊക്കെ ഇരുന്നാലും അല്ല, ഇത് ചർച്ച ചെയ്ത് നമുക്ക് തീരുമാനം എടുക്കണമെന്ന് അത് ഒരു വ്യക്തി മാത്രം വിചാരിച്ചു എല്ലാവരും ശ്യാം പരാതി എടുക്കാനുള്ള കാരണം എന്താ? അല്ല, ശ്യാം പരാതി അയക്കാനുള്ള കാരണം എന്താണ് സാർ? കേരളത്തിലെ സർക്കാരിന് കഴിവില്ലാതെ വന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ജീവൻ സംരക്ഷിക്കാൻ എത്രയായി? മധുവിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? മധുവിനെ കൊന്നതിനെ പറ്റി ബ്രാഞ്ച് സെക്രട്ടറി ആക്കിയില്ല, ഒന്ന് ആലോചിച്ച് നോക്ക്. മധുവിനെ കൊന്ന് ഷംസുദ്ദീനെ ബ്രാഞ്ച് സെക്രട്ടറി ആക്കിയില്ലേ മുക്കാലിയില്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി മധുവിനെ കൊന്ന ഷംസുദ്ദീനെ മുക്കാലിയിലെ ബ്രാഞ്ച് സെക്രട്ടറി ആക്കിയില്ലേ? സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയ SFI നേതാക്കന്മാരല്ലേ? സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയ SFI നേതാക്കന്മാരുടെ ആ നേതാക്കന്മാരെ സംരക്ഷിച്ചാരാ? ഇടതുപക്ഷത്തിന്റെ കൂട്ടത്തിലുള്ള അവരുടെ അധ്യാപകരുടെ ഡീൻ അടക്കമുള്ള ആളല്ലേ, ഹോസ്റ്റൽ വാർഡനൊക്കെ അല്ലേ? ഇത് നിങ്ങൾ തന്നെ ഇവരെ ഈ കൊലപാതകളെ പ്രൊട്ടക്ട് ചെയ്യാൻ അവിടെയാ പ്രശ്നം. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഇടപെടും. ഞങ്ങൾ എവിടെ നിന്നാണോ നിയമത്തിന്റെ രീതിയിൽ ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി പറ്റുക ആ വഴിയെല്ലാം ഞങ്ങൾ തേടുന്നേ, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഇനിയും പരാതി കൊടുക്കും. സെൻട്രൽ നാഷണൽ SC കമ്മീഷനോട് വിസിറ്റും ചെയ്യും. അങ്ങനെ ഈ കള്ളന്മാരും കൊള്ളക്കാരും കൊലപാതകളും രക്ഷപ്പെടാമെന്നൊന്നും ഒരാളും വിചാരിക്കണ്ട. എന്തായാലും നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണം. അന്വേഷണം ഗതി തിരിച്ചുവിടാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതൊരു വസ്തുത തന്നെയാണ്.